പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിയിച്ചു. ഹല്ലേലൂയ. കർത്താവിന് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നൊരു മെസ്സേജ്, എന്നൊരു സന്ദേശം കർത്താവിൻ്റെ ചെവിയിലെത്തുന്നു. കർത്താവ് ഈ മെസ്സേജ് കേട്ടപ്പോൾ പെട്ടെന്ന് ഓടി അവൻ്റെ അടുക്കിലേക്ക് ചെന്നില്ല. പലരും ചോദിച്ചു കാണും, അല്ലെങ്കിൽ കർത്താവെ, നിൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഒരു ദീനത്തിൻ്റെ വാർത്ത, ഒരു പ്രതിസന്ധിയുടെ വാർത്ത കേട്ടിട്ടും നീ എന്താ കർത്താവെ എത്രയും പെട്ടെന്ന് അവിടെ എത്താത്തത്? കർത്താവിന് താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ടറിയാം. പ്രിയനായവനെക്കുറിച്ച് അവന് വിചാരം ഇല്ലാഞ്ഞിട്ടല്ല, അവൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ചിലത് ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയരെ, നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, ചില സന്ദേശങ്ങൾക്ക് മറുപടി വരുന്നത് താമസിച്ചായിരിക്കാം. എന്താ അതിൻ്റെ കാര്യം? പ്രിയനായവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദീനം മരണത്തിനായിട്ടല്ലെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം അതാ. ഈ ദീനത്തിലൂടെ വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവിന് പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ദൈവജനമേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ വിചാരമുണ്ട്. നിങ്ങൾ കരുതുന്നതിലും വലുത്, നിങ്ങൾ കണക്ക് കൂട്ടുന്നതിലും വലുത് ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ലാസറിൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി യോഹന്നാൻ ഹല്ലേലൂയ ലാസറിനെ ചിത്രീകരിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം ലാസറ. ആ വീട്ടിൽ വലിയ ആൾക്കൂട്ടം വന്നത് ലാസറിനെ കാണാനാ. ലാസറ അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും കർത്താവിന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി താമസിച്ചാലും ദൈവത്തിൻ്റെ മഹത്വം നിശ്ചയമായി വെളിപ്പെടും. ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. 12-ാം അധ്യായത്തിൽ ലാസറിനെ ശ്രദ്ധാകേന്ദ്രമാക്കി, ലാസറിനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ പുരുഷനാക്കി ഉയർത്തി, ജനത്തിൻ്റെ നടുവിൽ, സമൂഹത്തിൻ്റെ നടുവിൽ വലിയ ഒരു സാക്ഷ്യമായി ഉയർത്തിയെങ്കിൽ അതേ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. നാം വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം ഏറ്റുപറയുമെങ്കിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരുപക്ഷെ ലോകം വിചാരിച്ചു കാണും, ഇവൻ പ്രിയനായവനെ ഹല്ലേലൂയ കെയർ ചെയ്തില്ല, പ്രിയനായവനെ തേടി വന്നില്ല, പ്രിയനായവന് വേണ്ടി സംസാരിക്കുന്നില്ല, പ്രിയനായവൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞ് പലരും കുറ്റം പറഞ്ഞും കാണും. എന്നാൽ യേശു അവിടെ ഒരു അത്ഭുതം ചെയ്തപ്പോൾ, മരിച്ചവനെ, നാറ്റം വമിച്ചവനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ ലോകം ശ്രദ്ധിച്ചു, ഇവൻ സാക്ഷാൽ ദൈവപുത്രന്. ലോകം ശ്രദ്ധിച്ചു ലാസറിൻ്റെ ജീവിതത്തെ. ലോകം ലാസറിനെ കാണുവാൻ അവിടെ കൂടി വന്നു. ഈ പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടുത്തണം, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വെളിപ്പെടുത്തണം. അനേകര് യേശുവിനെ ഉയർത്താൻ, അനേകര് ലാസറിനെ കണ്ട് യേശുവിലേക്ക് വരുവാൻ, ചില അത്ഭുതങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് നാം പ്രാർത്ഥിക്കുമോ? നിശ്ചയമായി വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ദൈവനാമം ഉയരും. യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ യോഹന്നാൻ പറയുന്നു, പ്രിയനെ, നീ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. പ്രിയരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ്. ദൈവമഹത്വം വെളിപ്പെടുത്തണം എന്ന് മാത്രമല്ല, നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സകല കാര്യത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നാം ഈ ലോകത്തിൽ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോകണമെന്നല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ചുവടുകളെക്കുറിച്ച് കർത്താവിന് നല്ല പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരിക്കൽ കൂടെ ഈ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഒന്ന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മെ ഹല്ലേലൂയ മാനിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. യോഹന്നാൻ തന്നെ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, നന്മയല്ലാതെ തിന്മ നിങ്ങൾ അനുകരിക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയാണോ? കർത്താവിൻ്റെ മാറോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ നന്മയല്ലാതെ തിന്മ ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ
ദൈവമഹത്വം വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതേ ദൈവം തന്നെ പറയുന്നു, നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരെങ്കിൽ നിങ്ങൾ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നിങ്ങൾ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. നോക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പദത്തിലും നാം ദൈവത്തെ ഉയർത്തണം. നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് എല്ലായിടവും ഇരിക്കുക മാത്രമല്ല, നാം അത് ഈ ലോകത്തിലെ സഹവിശ്വാസികളോടും കാണിക്കേണ്ടത് വലിയ അത്യാവശ്യമത്രേ. നമ്മിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്, നമ്മിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെട്ടത്, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി കർത്താവിന് കൊള്ളാവുന്നവരായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി അത്രേ, ദൈവത്തിൻ്റെ നാമം ഉയർത്താൻ വേണ്ടി അത്രേ. സ്വർഗത്തിലെ ദൈവം യേശുവിനെ പ്രിയപുത്രൻ എന്ന് വിളിച്ചപ്പോൾ അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ തന്നെത്താനെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയരായ കർത്താവിൻ്റെ മക്കളെ, നിങ്ങളോട് കർത്താവ് പറയുന്നു, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്വർഗത്തിൻ്റെ വിളിയുടെ മുമ്പാകെ യേശു കർത്താവ് ഏൽപ്പിച്ചതുപോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ സകലതും ശുഭമായും സുഖമായും ഇരിക്കും. നമുക്ക് ചെയ്യേണ്ടത് അവൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.